ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇതൊക്കെയാണ് കാണുന്നത്. അതുപോലെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ദി എംപ്രസ് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആൾക്ക് ഭയങ്കര രാത്രി ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിലവിൽ ആളുടെ എനർജി, ഓവറോൾ എനർജി, ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കിയപ്പോൾ നിലവിൽ ആൾ ഭയങ്കര പ്രയാസമാണ്. ശരിക്കും രാത്രിയിലൊന്നും ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ആക്ഷൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുമ്പോഴും ആൾ പിന്തിരിഞ്ഞ് നോക്കുന്നൊരവസ്ഥയാണ്. കാരണം ആൾക്കെന്ന് പറഞ്ഞത് ഈ ഒരു സമയത്ത് പല തടസ്സങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. ഇനി കൂടുതൽ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആളൊരു ബാലൻസ് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം എന്തും ആൾക്കൊന്നും ശരിയാവുന്നില്ല. ആളുടെ കരിയറിലൊക്കെ പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്ക് നിങ്ങളെയും വേണം. ആളുടെ സിറ്റുവേഷനിൽ ആൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഫാമിലിയെ ഒരു ഭാഗത്ത്, ആൾക്ക് ഫാമിലിയും വേണം, ആൾക്ക് നിങ്ങളെയും വേണം. ആളുടെ ഫാമിലിയെയും ആൾക്ക് കളയാൻ പറ്റില്ല, നിങ്ങളെയും കളയാൻ പറ്റില്ല. കുറച്ച് പേർക്കൊക്കെ ആളുടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ വലിയൊരു തടസ്സവും, ആളുടെ ജോലി സംബന്ധമായ കാര്യത്തിലോ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിൽ നേരിടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു പൈസയുടെ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആൾക്ക് നിങ്ങളെയും വേണം. എന്നാൽ ഒരു വശത്ത് ആ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നതും ആൾക്കുണ്ട്. അപ്പോൾ രണ്ടും ആൾ ഇപ്പോൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനാണ് ആൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതുമൂലം ചില സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കാതെ വരുമ്പോഴുള്ള സ്ട്രെസ്സിൻ്റെ ഇതൊക്കെ ആയിരിക്കും ആളിപ്പോൾ നേരിടുന്നത്. ഒരുപാട് ക്യാഷ് ആൾ കൊടുക്കാനുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ മനോവിഷമമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇതിനകത്തുണ്ട്. അതിൻ്റേതൊക്കെ ആയിരിക്കാം ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കരമായിട്ട് ആളുടെ സിറ്റുവേഷനിൽ ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പലതരത്തിലും ആൾ കടങ്ങളാക്കി വെച്ച വ്യക്തിയായിരിക്കാം. ഇത് കടബാധ്യതകളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ ആളെ നല്ല രീതിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളിലേക്ക് ഉറച്ചു നിൽക്കാനും പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ ഒരു സമയത്ത്. ആൾക്ക് നല്ല ഭയമുണ്ട്. ഇപ്പോൾ അതാണ് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഒന്ന് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതിൻ്റെ ഇതായിരിക്കാം. പിന്നെ ഒന്ന് ആളുടെ സിറ്റുവേഷൻ ഓർത്തുള്ള ഒരു ഭയങ്കരമായിട്ട് മനപ്രയാസത്തിലൊക്കെയാണ് ആളിപ്പോൾ പോകുന്നത്. ഇവിടെ 9 ഓഫ് ഇതും പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൾക്ക് ആഗ്രഹിക്കുന്ന ആൾ ഇതൊക്കെ തീർന്ന് നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആൾക്ക് ഫിനാൻഷ്യലി ആൾ ഓക്കെ ആയിട്ടില്ല ഇപ്പോഴും. അതിലൊക്കെ ഓക്കെ ആയാൽ എന്തായാലും നിങ്ങളെ സെറ്റാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആൾക്കൊരു ചേഞ്ച് വേണം എന്നാണ് കാണുന്നത്. എസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം. ഇതുവരെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും തരാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനും. ആൾക്ക് ഇതിനൊന്നും ഇപ്പോൾ ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കൊന്നിനും സാധിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ആൾ ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത്. 9 ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ
ഭയങ്കരമായിട്ടുള്ള ഭയം കയറി വരുന്നുണ്ട്. കാരണം ആളുടെ സിറ്റുവേഷനൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് പെയിൻ, ആൾ എന്തൊക്കെയോ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത് ആൾ ഈ ഒരു സമയത്ത്. ജസ്റ്റിസാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. കാരണം നിങ്ങളുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇതിലൊരു ബാലൻസ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ ബാലൻസിലേക്ക് വരാനായിട്ട് തന്നെയാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് ഷോർട്സ് ആണ്. ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കണം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനിയൊരു ആക്ഷനിലേക്ക് ഇത് വരാനാണ് ഈ വ്യക്തി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആ വ്യക്തിയുടെ നിങ്ങൾക്ക് നേരെ നിങ്ങൾക്കിടയിൽ ഒരു ആക്ഷൻ ഉണ്ടാവും. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ആൾ ആക്ഷൻ എടുക്കും. ഇപ്പോൾ നിങ്ങളിൽ നിന്നും പോയൊരു വ്യക്തിയായിരിക്കാം. ഈ ഒരു സമയത്ത് പല സ്ട്രെസ്സ് കാരണമാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണമാണ് ആൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നത്. അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരണമെന്നാണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചാണ് ആൾ ആഗ്രഹിക്കുന്നത്. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വ്യക്തിയുടെ വെളിച്ചമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ വ്യക്തിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് ശരി, നിങ്ങളാണ് അവരുടെ വെളിച്ചം. നിങ്ങളുള്ളപ്പോഴാണ് ആ വ്യക്തി ഒരുപാട് സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ചില സമയത്ത് ഫൈറ്റ് നടന്നേക്കാം, ചില നേരത്ത് നിങ്ങൾ വഴക്ക് നടന്നേക്കാം. എന്തൊക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിലെ സന്തോഷം സമാധാനമൊക്കെ നിങ്ങൾ തന്നെയാണ്. അതുപോലെ ആ ഒരു സ്നേഹം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ വില ശരിക്കും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ വ്യക്തി പുറപ്പെടുന്നു എന്നുള്ളൊരു മെസ്സേജും കൂടിയാണിത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആൾക്ക് ഒരുപാട് സ്ട്രെസ്സിലൊക്കെയാണ് ആൾ കടന്നു പോകുന്നത്. കാരണം സിറ്റുവേഷൻ വളരെ മോശമാണ്. കുറച്ച് പേർക്ക്, ഒരു 10% പേർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് ആൾക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കടങ്ങളാക്കി വെച്ചത് അതിൻ്റെ ആയിരിക്കാം, ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടാണ് ഉള്ളത്. കൊടുക്കൽ വാങ്ങൽ ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയായാലും ഇതിനകത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് സാധാരണ ഒരു കണക്ഷൻ അല്ല ആൾ ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളെ മൊത്തമുള്ള ആൾക്കൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി തിരിച്ചു വരും. പൂർവാധികം ശക്തിയോടെ തന്നെ ആൾ തിരിച്ചു വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് ഷോർട്സ് ആണ്. ഈ ഒരു സമയത്ത് പോലും ആൾക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം പല പേരുടെയും കുത്തുവാക്കുകൾ, അതുപോലെ ആളുടെ സിറ്റുവേഷനിൽ ഒരുപാട് ആൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും ചിലത് നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ആ വ്യക്തിയെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഓരോ ഇതും ആൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ആളെ ഭയങ്കരമായിട്ട് മുറിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. മുറിവുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളുടെ വേദനയായിരിക്കാം നിങ്ങൾ പറഞ്ഞത്. അതാളെ ഭയങ്കരമായിട്ട് ഈ സമയത്ത് മുറിവുണ്ടാക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയായിരിക്കാം നിങ്ങൾ പറയുന്നത്. കാരണം ആൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് നേരെ നിൽക്കുന്നുണ്ടാവില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം ഇതിലെന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ അറിയാമായിരിക്കാം ഫിനാൻഷ്യൽ പ്രശ്നമാണ് ആൾക്കുള്ളതെന്ന്. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല, ഇത് ജനറലാണ്. ഒരുപാട് പേരുടെ എനർജി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമാണ്. എന്നാലും വേദനയുള്ള സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും ആളെ. അപ്പോൾ അതൊക്കെ ആളെ ഭയങ്കര ഹേർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 3 അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വിഷമൊക്കെ ആൾ ഒരുപാട് സഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ ശരിക്കും ഈ ഒരു കണക്ഷനെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കാം, നിങ്ങളുടെ ബന്ധത്തിനെ തന്നെ അത് ബാധിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു എനർജിയാണ് 3. അപ്പോൾ നിങ്ങൾ ഒരുപാട് അത് നിങ്ങളുടെ ബന്ധത്തിനെ ബാധിച്ചു പോകുന്നുണ്ട് ഈ ഒരു എനർജി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നേരെ നിൽക്കുന്നുണ്ടാവില്ല. കാരണം പലപ്പോഴും അവർ ഭയക്കുന്നുണ്ട്. പലതും ഭയക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല രീതിയിൽ ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ്.
തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ മൊത്തമുള്ള ഒരു ഹാപ്പി ഫാമിലി ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് ആൾ കാണുന്നതും. നിങ്ങൾ തമ്മിലെന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെയാണ് ആൾ നിങ്ങളെ കാണുന്നത്. ഒരു ഹസ്ബൻഡ് ഒരു വൈഫായിട്ടാണ് കാണുന്നത്. അത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുമായിട്ട് ആൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ കണ്ടോ 2 കപ്സാണ് ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരു വ്യക്തിയെ ഈ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ആരൊക്കെ ആളുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങൾക്ക് പകരമാകുന്നില്ല ആരും. അതാണ് മെയിനായിട്ട് കാണുന്നത്. ഈ വ്യക്തിക്ക് ആരുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. ആ കണക്റ്റ് ആവുന്ന ആൾ നിങ്ങൾ തന്നെയാണ്. ആൾക്ക് ശരിക്കും യോജിച്ച ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുമായിട്ടൊന്നും ആൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആളിപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. എങ്ങനെയായാലും ഈ ഒരു സമയത്ത് ആൾക്കിപ്പോൾ നിങ്ങളെ ആവശ്യമാണ്, നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ വേണം ആൾക്ക്. എങ്ങനെയായാലും നിങ്ങളില്ലാതെ ആൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണിത്. കാരണം എന്തിനേതിനും ആൾക്ക് നിങ്ങൾ വേണം. എത്രയൊക്കെ നിങ്ങളിപ്പോൾ വഴക്കുണ്ടാക്കിയാലും നിങ്ങളാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ശരി, ഫൈറ്റ് നടന്നാലും ശരി, നിങ്ങൾക്കിടയിൽ ആൾക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാർക്കൊക്കെ കണക്റ്റ് ആവും എന്നറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. പൂരം നക്ഷത്രം, വൈ ആണ്, ലെറ്റർ വൈ, ബ്ലൂ കളർ. മകം നക്ഷത്രം, ലെറ്റർ ജി ആണ് വന്നിരിക്കുന്നത്. മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് കാണുന്നുണ്ട്. പത്തനംതിട്ട, പർപ്പിൾ കളർ, പിങ്ക് കളർ. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ടൈലറിങ്, ലെറ്റർ എൽ. കോഴിക്കോട്, ബ്യൂട്ടീഷ്യൻ, ഫെബ്രുവരി. ഇടുക്കി, 11/11 നിങ്ങൾ ഈ ഒരു സമയം കാണുന്നുണ്ടാകാം. പാലക്കാട്, സെഡ് ആണ് വന്നിരിക്കുന്നത്. തിരുവാതിര, മിറാക്കിൾസ് സംഭവിക്കുമെന്ന് കാണുന്നുണ്ട്. എക്സ് ആണ് വന്നിരിക്കുന്നത്. 25, 15, 44, 30. പൂയം നക്ഷത്രം. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്